ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യടനത്തിന് ഇന്ന് തുടക്കം. കാനഡയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിയം 4 ഈ മാസം 19 നടക്കും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാൻ അമേരിക്ക 6ാം വട്ട ആണവ ചർച്ച റദ്ദാക്കി. യൂറോ പര്യടനത്തിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 ദിവസത്തെ വിദേശ പര്യടനത്തിന് ഇന്ന് തുടക്കമാകും. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പര്യടനത്തിന്റെ ആദ്യ പാദത്തിൽ പ്രധാനമന്ത്രി ഇന്ന് സൈപ്രസ് സന്ദർശിക്കും. പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോഡൌലിഡ്സിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. പ്രസിഡന്റുമായും ബിസിനസ് നേതാക്കളുമായും ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ 2ാം ഘട്ടത്തിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നാളെ കാനഡയിലേക്ക് പോകും. G7 ഉച്ചകോടിയിൽ അദ്ദേഹത്തിന്റെ തുടർച്ചയായ 6ാമത്തെ പങ്കാളിത്തമാണിത്. ഉച്ചകോടിയിൽ ഊർജ്ജ സുരക്ഷ, സാങ്കേതികവിദ്യ, നൂതനാശയം തുടങ്ങിയ നിർണായക ആഗോള വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ആശയങ്ങൾ പങ്കുവയ്ക്കും. പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിൽ ഈ മാസം 18 പ്രധാനമന്ത്രി മോദി ക്രൊയേഷ്യയിലേക്ക് ഔദ്യോഗിക സന്ദർശനം നടത്തും. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ക്രൊയേഷ്യയിലേക്ക് നടത്തുന്ന ആദ്യ സന്ദർശനമാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ദേശീയ സുരക്ഷ മുൻഗണനയായി തുടരുമെന്നും ഇന്ത്യയുടെ പരമാധികാരത്തിന് ഭീഷണിയാകുന്ന ഏതൊരു ശ്രമത്തെയും നിർണായക നടപടിയിലൂടെ നേരിടുമെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മധ്യപ്രദേശിൽ ഇന്നലെ BJP MP MLA സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാരിന്റെ ഉറച്ച നിലപാട് അദ്ദേഹം അടിവരയിട്ടു. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 4 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനം പൂർത്തിയായി. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്ക് ഫ്രാൻസ് നൽകിയ ശക്തമായ പിന്തുണയെ അദ്ദേഹം അഭിനന്ദിച്ചു. സന്ദർശനവേളയിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായും പ്രധാനമന്ത്രി ജീൻ നോയൽ ബാരറ്റുമായും ഡോക്ടർ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇന്തോ പസഫിക് ഉൾപ്പെടെ നിരവധി പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് ചർച്ച നടന്നു. 2029ഓടെ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയെ മാറാനുള്ള യാത്രയിലാണ് ഇന്ത്യയെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ. അസമിലെ ദിബ്രുഗഡിൽ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അസമിനെ ആഗോള വ്യാപാര പാതകളുമായി ബന്ധിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് റോഡുകൾ, റെയിൽവേ, ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ആധുനിക തുറമുഖങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൌകര്യ പദ്ധതികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അറിയിച്ചു. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിയം 4 ഈ മാസം 19 നടക്കും. ദൌത്യം വൈകുന്നതിന് കാരണമായ സാങ്കേതിക തകരാറുകൾ പരിഹരിച്ചതിനെ തുടർന്നാണ് പ്രഖ്യാപനം. വിജയകരമായി പൂർത്തീകരിച്ചാൽ 1984 ബഹിരാകാശത്തെത്തിയ രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ സഞ്ചാരിയാകും ശുഭാൻശു ശുക്ല. 14 ദിവസം നീളുന്ന ദൌത്യത്തിൽ വിവിധ പരീക്ഷണങ്ങളും അദ്ദേഹം ബഹിരാകാശത്ത് നടത്തും. നാസ, സ്പേസ് എക്സ്, ISRO എന്നിവയുടെ സംയുക്ത ദൌത്യമാണ് ആക്സിയം 4. ഉത്തർപ്രദേശിൽ നിന്നുള്ള ആദ്യ ഉപഗ്രഹ വിക്ഷേപണം വിജയകരമായി പൂർത്തിയാക്കി ISRO. ത്രസ്റ്റ് ട്രക്ക് ഇന്ത്യ ലിമിറ്റഡുമായി ചേർന്ന് കുശിനഗറിലാണ് പരീക്ഷണം നടന്നത്. 1.1 കിലോമീറ്റർ ഉയരത്തിലെത്താൻ റോക്കറ്റിന് കഴിഞ്ഞു. ഒക്ടോബർ, നവംബർ മാസങ്ങളിൽ 900-ലധികം സാറ്റലൈറ്റുകൾ പരീക്ഷിക്കുന്ന വിപുലമായ പരിപാടിക്ക് മുന്നോടിയായാണ് ഇന്നലത്തെ വിക്ഷേപണം നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് പൂർത്തിയായി. 263 പോളിംഗ് ബൂത്തുകളിലേക്ക് റിസർവ് ഉൾപ്പെടെയുള്ള മെഷീനുകൾ സജ്ജമാക്കി. അതേസമയം രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പ്രചാരണത്തിനായി മുഖ്യമന്ത്രിയും CPIM മുതിർന്ന നേതാവുമായ പിണറായി വിജയൻ ഇന്നലെ വഴിക്കടവിലും എടക്കരയിലും പരിപാടികളിൽ പങ്കെടുത്തു. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ പ്രചാരണത്തിനായി മുതിർന്ന നേതാവും MPയുമായ പ്രിയങ്ക ഗാന്ധി ഇന്ന് വിവിധയിടങ്ങളിൽ പ്രചാരണം നടത്തും. NDA സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഇന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രകാശനം ചെയ്യും.
കെനിയയിലെ ബസ് അപകടത്തിൽ മരിച്ച 5 മലയാളികളുടെ മൃതദേഹം ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കും. കെനിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നതിന് യെല്ലോ വാക്സിൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന നിബന്ധനയിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക ഇളവ് അനുവദിച്ചിരുന്നു. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മൃതദേഹങ്ങൾ മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങും. ഈ മാസം 9-നാണ് വിനോദസഞ്ചാരത്തിനെത്തിയ 28 പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടത്. അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് കേരളത്തിലെ 5 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തീരത്ത് കടൽക്ഷോഭത്തിനും സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 18 വരെ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ്. 11ാമത് അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങൾക്ക് മുന്നോടിയായി ന്യൂഡൽഹിയിൽ ഭൂമിക്കും ഏക ആരോഗ്യത്തിനും യോഗ എന്ന വിഷയത്തിൽ ആഗോള ഉച്ചകോടി സംഘടിപ്പിച്ചു. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തും ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാവതും ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യോഗ ഒരു ജീവിതശൈലിയായി സ്വീകരിക്കാനുള്ള ആഹ്വാനമാണ് ഇത്തരം പരിപാടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് വ്യക്തമാക്കി. मित्रों, योग अब केवल एक शारीरिक समन्वय या मन और शरीर के बीच में संतुलन का प्रयास मात्र नहीं रहा, बल्कि आधुनिक चुनौतियों के बीच में जीवन की एक महती आवश्यकता के रूप में स्वीकार किया जाने लगा है. कई 100 करोड़ लोग एक साथ 21 जून को अंतर्राष्ट्रीय योग दिवस मनाने के लिए एकत्रित आएंगे. ये केवल एकत्रीकरण नहीं है, अपितु उस अमूल्य विरासत को आगे बढ़ाने का एक कदम है. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇസ്രായേൽ സൈന്യം ഇന്നലെ ടെഹ്റാനിലെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണങ്ങൾ നടത്തി. ആക്രമണങ്ങൾ തുടർന്നേക്കുമെന്നും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇറാനിലെ സാധാരണ ജനങ്ങൾക്ക് ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകി. അതേസമയം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെയുള്ള നയതന്ത്ര സമ്മർദ്ദം ശക്തമാക്കി. അമേരിക്കയുമായി ആണവ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇറാനെതിരെ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ മിസൈലുകൾ പ്രതിരോധിക്കാൻ അമേരിക്കൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും നാവികസേനാ കപ്പലും ഇസ്രായേലിനെ സഹായിച്ചതായി യുഎസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. മസ്കറ്റിൽ ഇന്ന് നടക്കാനിരുന്ന ഇറാൻ അമേരിക്ക 6ാം വട്ട ആണവ ചർച്ചകൾ റദ്ദാക്കിയതായി ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ അൽബുസൈദി സ്ഥിരീകരിച്ചു. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിലാണ് ചർച്ച റദ്ദാക്കിയതെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ വ്യക്തമാക്കി. ഇറാനെതിരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നിരവധി മുതിർന്ന കമാൻഡർമാരും ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. യൂറോ പര്യടനത്തിൽ വിജയം തുടർന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം ഇന്നലെ നടന്ന മത്സരത്തിൽ ഓസ്ട്രേലിയയെ 2-1 ഇന്ത്യൻ വനിതകൾ തോൽപ്പിച്ചത്. ആതിഥേയരായ ബെൽജിയത്തിനെതിരെ മുൻപ് നടന്ന 3 കളികളും ഇന്ത്യ വിജയിച്ചിരുന്നു. നെതർലൻഡ്സിനെതിരെ ചൊവ്വാഴ്ചയാണ് ഇന്ത്യയുടെ അവസാന മത്സരം. ദക്ഷിണ കൊറിയയിലെ ജച്ചോണിൽ നടന്ന ഏഷ്യൻ ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ പ്രണതി നായകിന് വെങ്കലം. വനിതകളുടെ വോൾസ് ഇനത്തിലാണ് പ്രണതിയുടെ നേട്ടം. ബംഗളൂരുവിൽ ആർസിബിയുടെ ഐപിഎൽ വിജയാഘോഷ വേളയിൽ ഉണ്ടായതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ തടയുന്നതിനുള്ള സമഗ്ര മാർഗനിർദ്ദേശങ്ങൾക്കായി സമിതി രൂപീകരിക്കാൻ ബിസിസിഐ തീരുമാനം. ഇന്നലെ നടന്ന ബിസിസിഐയുടെ 28ാമത് ഉന്നതതല സമിതി യോഗത്തിലാണ് തീരുമാനം. 15 ദിവസത്തിനുള്ളിൽ സമിതി മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കും. വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരായ ബോധവൽക്കരണ ദിനം ഇന്ന് ആഗോളതലത്തിൽ ആചരിക്കുന്നു. വയോജനങ്ങൾ നേരിടുന്ന അവഗണനകൾക്കും അതിക്രമങ്ങൾക്കുമെതിരെയുള്ള അവബോധമാണ് ദിനാചരണം ലക്ഷ്യമിടുന്നത്. ഇന്ത്യയിൽ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഈ ദിനം ആഘോഷിക്കുന്നു. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമത്തിനായി 14567 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അതേസമയം കേരളത്തിൽ വയോജന ക്ഷേമത്തിനായി കമ്മീഷൻ രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു. ശുദ്ധവും സുസ്ഥിരവുമായ വളർച്ച കൈവരിക്കുന്നതിൽ കാറ്റാടി ഊർജ്ജത്തിന്റെ പ്രാധാന്യം പ്രചരിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ആഗോള കാറ്റാടി ദിനം ആചരിക്കുന്നു. ദിനാചരണത്തോടനുബന്ധിച്ച് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം ഇന്ന് ബംഗളൂരുവിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. സൈപ്രസ്, കാനഡ, ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പര്യടനത്തിന് ഇന്ന് തുടക്കം. കാനഡയിൽ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരി ശുഭാൻശു ശുക്ല ഉൾപ്പെട്ട ബഹിരാകാശ ദൌത്യം ആക്സിയം 4 ഈ മാസം 19 നടക്കും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. ഇസ്രായേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നു. ഇറാൻ അമേരിക്ക 6ാം വട്ട ആണവ ചർച്ച റദ്ദാക്കി. യൂറോ പര്യടനത്തിൽ വിജയക്കുതിപ്പ് തുടർന്ന് ഇന്ത്യൻ ജൂനിയർ വനിതാ ഹോക്കി ടീം. വാർത്തകൾ കഴിഞ്ഞു.
അടുത്ത വാർത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.